മലയാള സിനിമാ മേഖലയിലെ തർക്കത്തിന് പരിഹാരമായില്ല. നിർമ്മാതാവ് ജി സുരേഷ് കുമാറിനെ അനുനയിപ്പിക്കാൻ മുതിർന്ന താരങ്ങളായ മമ്മൂട്ടിയും മോഹൻലാലും ഫോണിൽ ബന്ധപ്പെട്ടുവെങ്കിലും ജി സുരേഷ് കുമാർ ഫോൺ എടുക്കാൻ തയ്യാറായില്ല എന്നാണ് വിവരം. താരങ്ങൾ പ്രതിഫലം കുറയ്ക്കണമെന്ന നിലപാടിൽ നിന്ന് പിന്നോട്ടില്ല എന്ന് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ വ്യക്തമാക്കിയിട്ടുണ്ട്. നിതിൻ അംബുജൻ കൊച്ചിയിൽ നിന്ന് ചേരുകയാണ്. നിതിൻ അംബുജൻ, മുതിർന്ന താരങ്ങൾ ഉൾപ്പെട്ടിട്ട് ഇതിനൊരു പരിഹാരമായില്ലെങ്കിൽ ഇനിയിപ്പോൾ മുന്നിലുള്ള പോംവഴി എന്താണ്? ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭിക്കുന്ന വിവരം? പ്രവിധ എന്തായാലും സമവായത്തിനൊരു പുതിയ ഫോർമുല തന്നെ കാണേണ്ടി വരും. കാരണം ജി സുരേഷ് കുമാർ പക്ഷമായും ആന്റണി പെരുമ്പാവൂർ പക്ഷമായും അങ്ങനെ രണ്ട് പക്ഷമായി ചേരിതിരിഞ്ഞിരിക്കുകയാണ് മലയാള സിനിമ നിർമ്മാതാക്കളുടെ സംഘടന. ഇതിൽ സംഘടന പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ജി സുരേഷ് കുമാറിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതേസമയം തന്നെ ആന്റണി പെരുമ്പാവൂരിനാണെങ്കിൽ മുൻനിര താരങ്ങളുടെ അടക്കം പിന്തുണയുണ്ട്. ഇതിനിടയിലാണ് ലിസ്റ്റിൻ സ്റ്റീഫൻ ഇന്നലെ ഒരു അനുനയ ശ്രമത്തിന്റെ ഭാഗമായി ഇരുവരെയും ഒരുമിച്ചിരുത്തി ചർച്ച നടത്തുമെന്ന് പ്രഖ്യാപിച്ചത്. പക്ഷേ അതിനുശേഷവും ഇപ്പോൾ വഴങ്ങാതെ നിലപാട് ആവർത്തിക്കുകയാണ് സുരേഷ് കുമാർ. നമുക്കറിയാം, മമ്മൂട്ടി, മോഹൻലാൽ ഉൾപ്പെടെയുള്ള താരങ്ങൾ സുരേഷ് കുമാറിനെ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും ഫോൺ എടുത്തില്ല എന്നാണ് അടുത്ത സുഹൃത്തുക്കളോടെല്ലാം തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത്. മാത്രമല്ല, നിലപാട് ആവർത്തിക്കുകയാണ്. താരങ്ങൾ പ്രതിഫലം കുറയ്ക്കാതെ ഈ ഒരു പ്രതിസന്ധി മറികടക്കാൻ കഴിയില്ല. ജനുവരി മാസത്തെ കണക്കുകളെല്ലാം തന്നെ പുറത്തുവിട്ടിട്ടുണ്ട്. ഫെബ്രുവരി മാസത്തെ കണക്കുകൾ കൂടി പുറത്തു വരുമ്പോൾ കുറെ കൂടി മലയാള സിനിമയുടെ വ്യവസായം ഏത് നിലയിൽ പ്രതിസന്ധിയിലാണെന്നുള്ള ഒരു പൊതുസമൂഹത്തിന് ബോധ്യപ്പെടുമെന്നാണ് സുരേഷ് കുമാർ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും വലിയ പ്രതിസന്ധിയിലൂടെയാണ് മലയാള സിനിമ കടന്നുപോകുന്നത്. അതിനിടയിലാണ് ഈ നിർമ്മാതാക്കളുടെ ചേരിതിരിഞ്ഞുള്ളൊരു പ്രശ്നം ഇവിടെ നടക്കുന്നു. അതോടൊപ്പം തന്നെ സമരത്തിലേക്ക് പോകുമ്പോൾ അതിനെ കൂടുതൽ പിന്തുണ തങ്ങൾക്കുണ്ടെന്ന വാദമാണ് നിർമ്മാതാക്കൾ വ്യക്തമാക്കുന്നത്. ഫിയോക്കിന്റെയും ഫെഫ്കയുടെയും പിന്തുണ തങ്ങൾക്കുണ്ടെന്ന് വ്യക്തമാക്കുന്നു. എന്തായാലും ഈ മാസം 24-ന് കൊച്ചിയിൽ ഫിലിം ചേംബറിന്റെ യോഗം ചേരുന്നുണ്ട്. ഫിലിം ചേംബറും ഒരു പൂർണ്ണ പിന്തുണ പ്രഖ്യാപിക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതേസമയം തന്നെ നിർമ്മാതാക്കളുടെ സംഘടന സർക്കാരിനോട് ചില ചോദ്യങ്ങൾ ചോദിക്കുന്നത് ഈ ഒരു തർക്കത്തിൽ ഇപ്പോൾ താരങ്ങൾ തമ്മിലുള്ള അല്ലെങ്കിൽ നിർമ്മാതാക്കൾ നിതിൻ അംബുജനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവർ തമ്മിലുള്ള തർക്കത്തിന് യാതൊരു അയവും ഇതുവരെ വന്നിട്ടില്ല എന്നുള്ള വിവരമാണ് ഇപ്പോൾ നിതിൻ അംബുജൻ നൽകിയത്.